പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമീൻ. വിശുദ്ധ ലൂക്കാസ് ശ്ലീഹ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 12-ാം വാക്യം. പിന്നീട് ഒരിക്കൽ യേശു ഒരു പട്ടണത്തിൽ ആയിരിക്കുമ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ കണ്ട് സാഷ്ടാംഗം വീണു പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. യേശു കൈനീട്ടി അവനെ തൊട്ടുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ. തക്ഷണം കുഷ്ഠം അവനെ വിട്ടുമാറി. യേശു അവനോട് പറഞ്ഞു, ഇക്കാര്യം നീ ആരോടും പറയരുത്. പോയി നിന്നെ തന്നെ പുരോഹിതനെ കാണിച്ചു കൊടുക്കുകയും മോശ കൽപ്പിച്ചിട്ടുള്ളതനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക. എന്നാൽ യേശുവിന്റെ കീർത്തി പൂർവാധികം വ്യാപിച്ചതേ ഉള്ളൂ. അവന്റെ വാക്ക് കേൾക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനും വേണ്ടി വളരെ ആളുകൾ തിങ്ങിക്കൂടി. അവനാകട്ടെ വിജനപ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോ. പ്രിയ സഹോദരങ്ങളെ, നോമ്പിന്റെ 7-ാം ദിവസം പ്രഭാതത്തിൽ ദൈവം നമ്മോട് പറയുന്ന വചനം ഇപ്രകാരമാണ്. യേശുവിന്റെ കാലത്തെ ഏറ്റവും ഭീഭത്സവും ഉള്ളതുമായ രോഗമായിരുന്നു കുഷ്ഠരോഗം. ഒരിക്കൽ വന്നാൽ സുഖപ്പെടാനുള്ള സാധ്യത വിരളമായതിനാൽ മിക്കപ്പോഴും കുഷ്ഠരോഗം ഒരുവന്റെ മരണപത്രം ആയിരുന്നു. ഇതൊരു സാംക്രമിക രോഗമെന്ന നിലയിൽ രോഗിയെ സമൂഹത്തിന്റെ എല്ലാ മേഖലയിൽ നിന്നും പുറത്താക്കിയിരുന്നു. അവൻ കീറിയ വസ്ത്രം ധരിച്ച് മുടി ചീകാതെ അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറഞ്ഞ് പാളയത്തിന് വെളിയിൽ ഏകനായി വസിക്കണം. അശുദ്ധനായ കുഷ്ഠരോഗിക്ക് ദേവാലയത്തിലോ അതിന്റെ പരിസരത്തോ പോലുമോ വരുന്നതിന് അനുവാദമുണ്ടായിരുന്നില്ല. സമൂഹത്തിൽ നിന്നും ഇവർക്ക് യാതൊരു സഹായവും ലഭിച്ചിരുന്നില്ലെന്നും മാത്രവുമല്ല, ഇവരിൽ നിന്നും മറ്റുള്ളവരെ സംരക്ഷിക്കുന്നതിന് ധാരാളം നിയമങ്ങൾ ഉണ്ടായിരുന്നതാനും. യേശുവിനെ രോഗസൗഖ്യത്തിനായി കുഷ്ഠരോഗി സമീപിച്ചത് വളരെ ധീരമായ ഒരു ചുവടുവയ്പ്പാണ്. കുഷ്ഠരോഗി പരസ്യമായി പ്രത്യക്ഷപ്പെടരുതെന്ന നിയമം അവൻ ഇവിടെ ലംഘിക്കുകയും അത് മറ്റുള്ളവരെ ഭയപ്പെടുത്തുകയും ചെയ്യുന്നു. യേശുവിന്റെ മുൻപിലുള്ള അവന്റെ സാഷ്ടാംഗ പ്രണാമം തന്നെ മുഴുവനായി ദൈവത്തിന്റെ കാരുണ്യത്തിന് മുൻപിൽ സമർപ്പിക്കുന്നതിന്റെ അടയാളവും യേശുവിനെ തന്റെ സുഖപ്പെടുത്താൻ സാധിക്കുമെന്ന് വിശ്വാസത്തിന്റെ പ്രകടനവുമാണ്. യേശുവിനോടുള്ള അവന്റെ അഭ്യർത്ഥന എന്നെ സുഖമാക്കുക എന്നല്ല, എന്നെ ശുദ്ധനാക്കുക എന്നതാണ്. അതിനാൽ തന്നെ എല്ലാ തരത്തിലുമുള്ള അശുദ്ധിയിൽ നിന്നും മോചനം പ്രാപിച്ച് ദൈവസന്നിധിയിലേക്ക് പോകാനുള്ള അനുഗ്രഹം അവനെ ലഭിക്കുന്നു. കുഷ്ഠരോഗിയെ കാണുമ്പോൾ സാധാരണക്കാർക്ക് അറപ്പാണ് തോന്നുന്നതെങ്കിൽ യേശുവിനെ അനുകമ്പയാണ് തോന്നിയത്. മറ്റുള്ളവർ അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോൾ കുഷ്ഠരോഗാണുക്കൾ അവനിൽ നിന്നും യേശുവിലേക്ക് സംക്രമിക്കുന്നതിന് പകരം ദൈവീക ശക്തി യേശുവിൽ നിന്നും അവനിലേക്ക് എത്തുന്നു. ഒരു അശുദ്ധിയും യേശുവിനെ ബാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, വിശ്വാസത്തോട് അവിടുത്തെ സമീപിക്കുന്നവർക്കെല്ലാം ശുദ്ധരാകാനും സാധിക്കുന്നു. ശാരീരിക സൗഖ്യത്തിലെ ഉപരിയായി ദൈവത്തെ ആരാധിക്കാനും സമൂഹത്തിൽ നഷ്ടപ്പെട്ട സ്ഥാനം തിരികെ ലഭിക്കാനും ഈ സൗഖ്യത്തിലൂടെ അവനെ സാധിക്കുന്നു. അവന്റെ ശരീരത്തെ മാത്രമല്ല, ഹൃദയത്തെയും ദൈവം തൊട്ടു. കുഷ്ഠരോഗം ആധുനിക സമൂഹത്തിൽ നിന്നും ഒരു പരിധിവരെ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ആന്തരിക കുഷ്ഠം ബാധിച്ച അനേകരെ നമുക്ക് ചുറ്റും കാണാം.
നമ്മുടെ തന്നെ പാപത്തിന്റെ കുഷ്ഠം ദൈവത്തെ സമീപിക്കുന്നതിൽ നിന്നും നമ്മെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. നമുക്ക് ഇന്ന് യേശുവിന്റെ സ്നേഹസ്പർശം ആവശ്യമാണ്. നമ്മുടെ സമൂഹത്തിന് നമ്മിലൂടെയുള്ള യേശുവിന്റെ സൗഖ്യത്തിന്റെ സ്പർശവും അനിവാര്യമാണ്. ഇന്ന് ഗർഭോ ഞായറാഴ്ചയായി സഭ ആചരിക്കുന്നു. നമ്മുടെ ആന്തരിക കുഷ്ഠങ്ങൾ മാറ്റി പരിശുദ്ധ ബലിയിൽ സംബന്ധിക്കാം.